വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നിയമസഭയിൽ പ്രതിഷേധം തുടർന്ന പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിരുന്ന് പ്രതിഷേധിച്ചു. സമരം നിയമസഭയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. SIT അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടും സഹകരിക്കാത്ത പ്രതിപക്ഷത്തിന്റെ നിലപാട് നിർഭാഗ്യകരമെന്ന് സ്പീക്കർ പറഞ്ഞു. പ്രതിഷേധം തുടർന്നതോടെ ചോദ്യോത്തരവേള സ്പീക്കർ റദ്ദാക്കി സഭാ നടപടികൾ വേഗത്തിലാക്കി. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇന്നും ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചയാണ് നിയമസഭയിൽ പ്രതിപക്ഷം ആയുധമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ വന്നത്. എന്നാൽ അതിൽ ഇന്നും ഈ ഒരു നിയമസഭയിൽ പ്രതിപക്ഷം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം ശരിയായ ദിശയിലല്ല, അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പ്രതിപക്ഷം സഭയ്ക്കകത്ത് പ്രതിഷേധം തുടരുക തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് ഇന്നും സഭയ്ക്കകത്ത് ഉണ്ടായത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ 3 മന്ത്രിമാർ അതിരൂക്ഷമായി തന്നെ പ്രതിപക്ഷത്തിന് എതിരെ വരുന്നതൊക്കെ കണ്ടു. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ് സഭയിൽ ഉണ്ടായത്. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ഞങ്ങൾ നിസ്സഹര സമരത്തിലാണ് എന്നുള്ള കാര്യം സഭയെ അറിയിച്ചു. മാത്രമല്ല, ഈ പ്രതികൾ ഇങ്ങനെ രക്ഷപ്പെട്ടു പോയാൽ ഈ അന്വേഷണത്തിന്റെ സ്ഥിതി എന്താകും എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. 90 ദിവസമായിട്ടും ഈ തൊണ്ടി മുതലടക്കം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലെ പ്രധാന തെളിവുകൾ കണ്ടുപിടിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഗുരുതര വീഴ്ചയാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ഈ ഘട്ടത്തിൽ ഈ പ്രതിപക്ഷം സമരം സഭയ്ക്ക് പുറത്തേക്ക് കൂടി കൊണ്ടുപോവുകയാണ് എന്നുള്ളൊരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ പറഞ്ഞത്. പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡയസിന് മുന്നിൽ, സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനറുകൾ ഉയർത്തിയുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തിയതെങ്കിൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി നടുത്തളത്തിൽ ഇറങ്ങി കുത്തിയിരിക്കുന്ന ഒരു നിലയിലേക്കാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പോയത്. അവിടെ ഇരുന്നു കൊണ്ട് ബാനറുകൾ ഉയർത്തി മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഉള്ളത്. ഏതായാലും ആ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി തന്നെ സഭയ്ക്ക് അകത്ത് നടുത്തളത്തിൽ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഇപ്പോൾ സഭാ നടപടികൾ സ്പീക്കർ വേഗത്തിലാക്കിയിരിക്കുകയാണ്. ചോദ്യോത്തരവേള റദ്ദാക്കി അതിനുശേഷം സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും മേശപ്പുറത്ത് വെക്കാനുള്ള നിർദ്ദേശം നൽകി. അതിനുശേഷം ഇന്നിപ്പോൾ ഈ സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് അത് മറ്റ് കോളേജുകൾ, മറ്റ് സ്ഥാപനങ്ങളിലേക്ക് കൂടി NSS ഇതര സ്ഥാപനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക പ്രസ്താവന മന്ത്രി വി. ശിവൻകുട്ടി നടത്തുകയും ചെയ്തു. ഏതായാലും പ്രതിപക്ഷം നടുത്തളത്തിൽ ഇരുന്നു കൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സഭാ നടപടികൾ ഇപ്പോൾ വേഗത്തിലാക്കി മുന്നോട്ട് പോവുകയാണ്. ഇന്നും മന്ത്രി MP രാജേഷും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് തിരിച്ചടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിന് പിന്നാലെ തന്നെ ഇന്നലത്തെ കോടതിയുടെ പരാമർശം, അതായത് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഈ അന്വേഷണം ശരിയായ ദിശയിലാണ്, അവർക്ക് അല്പം സമയം കൊടുക്കൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ ഒരു പ്രതിരോധം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ പ്രതിപക്ഷ നേതാവിന് ഭയമാണ്, ഒരു ഉൾക്കിടിലമാണ് എന്നുള്ള കാര്യമാണ് MP രാജേഷ് പറഞ്ഞത്. സത്യം മുഖത്തടിക്കുമ്പോൾ കണ്ണടയ്ക്കുകയാണ് പ്രതിപക്ഷം. നിലവിൽ ആരുടെ കാലത്താണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കയറിയത് എന്നുള്ളതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് 2017 UDFിൻ്റെ കാലത്താണെന്നൊക്കെ MP രാജേഷും തിരിച്ചടിച്ചു. സ്പീക്കറും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇന്നും വിമർശിച്ചത്. കാരണം ഒരു സഭയുടെ ചരിത്രത്തിലും ഇത്രയേറെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടില്ല. 15ാം കേരള നിയമസഭ 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷം ഇതിന് സഹകരിക്കുന്നില്ല? പ്രതിഷേധം തുടരുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ ഈ നിലപാട് ദൗർഭാഗ്യകരമാണെന്ന് സ്പീക്കർ പറഞ്ഞു. മാത്രമല്ല, ഇത് ചർച്ചകൾക്കുള്ള വേദിയാണ്, അല്ലാതെ അത് തടസ്സപ്പെടുത്തുന്നുള്ള വേദിയല്ല നിയമസഭ. ചർച്ചകളിലൂടെയും മറ്റുമാണ് സഭ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യവും കൂടി സ്പീക്കർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഏതായാലും പ്രതിപക്ഷം ഇന്ന് നടുത്തളത്തിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധം തുടരുകയാണ്. ഏതായാലും സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഇന്നുകൂടിയാണ് സഭ ഉള്ളത്. ഇനിയൊരു ഇടവേളയാണ്. അതിനുശേഷം പിന്നീട് 23-നാണ് സഭ വീണ്ടും
പുനരാരംഭിക്കുക. ഏതായാലും ഇന്നിപ്പോൾ പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്നത് പോലെ തന്നെ സഭയ്ക്ക് പുറത്തേക്ക് കൂടി ഈ പ്രതിഷേധം ശക്തമായി കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ നടുത്തളത്തിൽ ഇരുന്നു കൊണ്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷം തുടരുകയാണ്.